കീർപൂർ രാജ്യം വളരെ ഭംഗിയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ എല്ലാ വശത്തും കാട്, ഭംഗിയുള്ള മലകൾ, അരുവികൾ, കുളങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ രാജ്യത്തിന് എല്ലാ വശത്തു നിന്നും ഭംഗിയുണ്ടാക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കീർപൂർ ഇത്രയും ഭംഗിയായിട്ടുള്ളത് കൊണ്ട് ഞാൻ മരിച്ചതിന് ശേഷവും ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. രാജാവേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ രാജ്യം സ്വർഗത്തിനെക്കാട്ടും വളരെ ഭംഗിയാണ്. അതല്ല രാജാവേ, ഞാൻ എന്തു പറഞ്ഞു വന്നാൽ ഈ ഭംഗി ആ സ്വർഗത്തിൽ പോലും കിട്ടില്ല എന്ന് പറയുകയാണ്. അത്രത്തോളം നമ്മുടെ രാജ്യത്തിലുണ്ട്. പക്ഷെ ഈ ഭംഗിയാണ് നമ്മുടെ രാജ്യത്തിന് പ്രശ്നമായി മാറിയിരിക്കുന്നത്. അതിനെപ്പറ്റി വിചാരിക്കുമ്പോൾ എനിക്കും വല്ലാതെ വിഷമമുണ്ട് മഹാറാണി. ഒരു പക്ഷേ ഈ ഭംഗി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത് വലിയ പകയാവാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എപ്പോഴെങ്കിലും വേറെ രാജ്യത്തിന്റെ രാജാവിന് നമ്മുടെ രാജ്യത്തിന്റെ ഈ സുന്ദരമായുള്ള ഭംഗി അറിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കും. അവരെ കൊണ്ട് ശ്രമിക്കാൻ മാത്രമേ പറ്റൂ മഹാരാജാവേ. നിങ്ങളുള്ളപ്പോൾ യാതൊരു ശത്രുവിനെ കൊണ്ടും നമ്മുടെ രാജ്യത്തിനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോഴെനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് മഹാറാണി. ഇന്ന് എത്ര കാലമായിട്ടാണ് നമ്മുടെ രാജ്യം ഞാൻ നോക്കാൻ പറ്റുക? ഇപ്പോൾ ഞാൻ രാജ്യം നോക്കാൻ വേണ്ടി ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജാവ് ഇങ്ങനെ പറഞ്ഞതും തന്നെ റാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അവരെ കൊണ്ട് ഈ രാജ്യത്തിന് ഒരു അവകാശിയെ നൽകാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും രാജാവ് വളരെ വീരമായവനാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വേറൊരു കല്യാണം കഴിക്കണം മഹാരാജാവേ. അത് നമ്മുടെ രാജ്യത്തിന്റെ നല്ലതിന് വളരെ ആവശ്യമാണ്. ദയവായി എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിങ്ങൾക്കും ഈ രാജ്യത്തിനും ഒരു അവകാശിയെ നൽകാൻ പറ്റിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് റാണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. നിങ്ങൾ കാരണമല്ലാതെ നിങ്ങൾ വിഷമിക്കേണ്ട മഹാറാണി. നിങ്ങളെ കൊണ്ട് എനിക്ക് വാരിച്ച് തരാൻ പറ്റിയില്ല. ഇതിൽ നിങ്ങളെ തെറ്റ് ഒന്നുമില്ല. ഇതെല്ലാം ആ ദൈവത്തിന്റെ കൃപയാണ്. എപ്പോഴാർക്ക് സന്തോഷം കൊടുക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരെപ്പോ വേണമെങ്കിലും നമ്മുടെ സന്തോഷം പറിച്ചു വെക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മഹാരാജാവേ. പക്ഷെ ഇനിയും നമ്മൾ സമയം കടത്താൻ പാടില്ല. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മറ്റൊരു കല്യാണത്തിന് ഏർപ്പാട് ചെയ്യാം. ഇപ്പോൾ രാജ്യം മൊത്തം സന്തോഷം കൊണ്ട് നിറയാൻ തുടങ്ങി. കാരണം രാജാവിന് രണ്ടാമത്തെ കല്യാണം നടക്കുകയായിരുന്നു. കൊട്ടാരത്തിന്റെ ആ മുഴുവൻ രാജ്യവും കല്യാണ പെണ്ണിനെ പോലെ അലങ്കരിച്ചിരുന്നു. പിന്നെ വളരെ സന്തോഷത്തോടെ രാജാവിന്റെ രണ്ടാം വിവാഹവും നടന്നു. ഹേ ഈശ്വര, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ പ്രാവശ്യം എന്റെ രാജ്യം നോക്കാൻ വേണ്ടി എനിക്കൊരു പുത്രൻ കിട്ടുമെന്ന്. അതിനുശേഷം കുറച്ചു ദിവസത്തിനകം രാജാവിന്റെ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷങ്ങൾ കടന്നുപോയി. എന്നാലും രണ്ടാമത്തെ ഭാര്യയിൽ നിന്നും രാജാവിന് സന്താനയോഗം ലഭിച്ചില്ല. എനിക്കാണ് കുറച്ചുപോലും ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ദൈവം എനിക്ക് കുറച്ചും കൂടെ കരുണ കാണിക്കുന്നില്ല. ഇല്ല മഹാരാജാവേ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് 2 കല്യാണം ചെയ്തിട്ടും ഒരു അവകാശിയെ കിട്ടിയില്ല. എനിക്ക് മുഴുവൻ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ആ ദൈവം തന്നേക്കും. കാരണം എനിക്ക് ഇപ്പോൾ പോലും എന്റെ ശരീരം കുറച്ചു പോലും ഒന്നും കേൾക്കാതെ പോലെ നിൽക്കുന്നുണ്ട്. രാജാവ് ഭയങ്കരമായി ചുമയ്ക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒന്നുമില്ലല്ലോ മഹാരാജാവേ? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് മനസ്സ് വിഷമമായിട്ടുണ്ട്. നിങ്ങൾ മൊത്ത രാജ്യത്തിലും ഞാൻ പറയുന്ന പോലെ അറിയിക്കൂ. ആരാണോ ഒരുത്തൻ എന്റെ മനസ്സ് സന്തോഷപ്പെടുന്ന പോലെ ചെയ്യുന്നുണ്ടോ, ഞാൻ അവന് ഇനാം തരുന്നത് വഴിയായിട്ട് അവനെ രാജാവാക്കിക്കോളാം. ശരി മഹാരാജാവേ, നിങ്ങളുടെ ഈ വാർത്ത ഈ രാജ്യം മൊത്തം ഞാൻ അറിയിക്കാം. റാണി പറഞ്ഞത് കേട്ടിട്ട് രാജ്യത്തിന്റെ സന്ദേശകൻ രാജ്യം മുഴുവൻ റാണി പറഞ്ഞ ആ കാര്യം എല്ലാരെയും അറിയിച്ചു. അതായത് ആരാണോ രാജാവിന്റെ മനസ്സ് സന്തോഷിപ്പിക്കുന്നത് അവർ ഈ രാജ്യത്തിന്റെ രാജാവാകുമെന്ന്. ഈ കാര്യം കേട്ടതും രാജ്യത്തിലുണ്ടായിരുന്ന എല്ലാവരും പല പല വഴികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാ മഹാരാജാവേ, ഈ വാസനയുള്ള പൂവുള്ള മാല നിങ്ങൾ കഴുത്തിലിട്ടോളൂ. ഇതുപോലുള്ള പൂവ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. മഹാരാജാവേ, ഞാൻ ഈ പൂക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഹിമയമലയിൽ പോയി പറിച്ചു കൊണ്ടുവന്നതാണ്. അദ്ദേഹം രാജാവിന്റെ കഴുത്തിൽ ആ പൂമാല ഇട്ടു. പിന്നെ അത് കാരണം രാജാവിന്റെ മനസ്സ് സന്തോഷമായില്ല. പിന്നെ ആ മനുഷ്യൻ അവിടെ നിന്നും പോയി. പിന്നെ അടുത്ത ആൾ മുൻപിലേക്ക് വന്നു. ഇതാ മഹാരാജാവേ, ഈ വസ്ത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുളിർകാലത്തിലും ഇത് നിങ്ങൾക്ക് വളരെ നന്നായിട്ടുണ്ടാവും. ആ മനുഷ്യൻ രാജാവിന് കോട്ട് നൽകി. പക്ഷെ ആ കോട്ട് മൂലം രാജാവിന് സന്തോഷമുണ്ടായില്ല. പിന്നെ ആ മനുഷ്യനും അവിടെ നിന്നും പോയി. പക്ഷെ മൂന്നാമതായി ഒരാൾ രാജാവിനടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ പാനയുണ്ടായിരുന്നു.
അദ്ദേഹം ആ പാന രാജാവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതാ മഹാരാജാവേ, എന്റെ സാർബായിട്ട് ഈ ചെറിയ സമ്മാനം നിങ്ങൾ വെക്കണം. രാജാവ് ആ പാനയുടെ അടുത്തേക്ക് വന്നു. ഈ പാനിന്റെ അകത്ത് എന്താണുള്ളത് അത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ മഹാരാജാവേ. രാജാവ് തന്റെ കൈ ആ പാനയ്ക്കകത്ത് ഇട്ടു. അദ്ദേഹം ആ പാനയിൽ നിന്നും സ്വർണം, വൈരം, വൈഡൂര്യം മുതലായ വില ഉയർന്ന സാധനങ്ങൾ എടുത്തു. ഇതൊക്കെ എന്താണ് മഹാരാജാ? ഇതൊക്കെ എന്റെയും പിന്നെ എന്റെ മുന്നോട്ടുകളൊക്കെ ഉണ്ടാക്കിയ സ്വത്താണ്. ഇത് നിങ്ങളെടുത്ത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതുപോലുള്ള ഒരു സ്വർണവും ആഗ്രഹിച്ചിട്ടേയില്ല. പിന്നെ ഇതൊക്കെ നിനക്ക് സ്വന്തമായുള്ള സാധനങ്ങളല്ലേ, എന്നെ കൊണ്ട് ഈ സാധനങ്ങളൊന്നും സമ്മതിക്കാൻ പറ്റില്ല. ഇത് എടുത്തിട്ട് പോയേക്ക്. അദ്ദേഹം ആ പാന എടുത്തുകൊണ്ട് ആ സ്ഥലത്തു നിന്നും തിരിച്ചുപോയി. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നു. പിന്നെ രാജാവിനെ സന്തോഷിപ്പിക്കാനായി ശ്രമിച്ചു. പക്ഷേ രാജാവിനെ സന്തോഷിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ എനിക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഒരു പാചകക്കാരൻ രാജാവിന്റെ ദർബാറിലേക്ക് വന്നത്. ഇല്ല മഹാരാജാവേ, അങ്ങനൊന്നും സംഭവിക്കില്ല. ഞാൻ നിങ്ങളെ സന്തോഷപ്പെടുത്താം. എന്നെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല മഹാരാജാവേ. അതിന് പകരം ഞാൻ നിങ്ങളെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്റെ ആഗ്രഹം നിറവേറ്റു. പിന്നെ ദയവായിട്ട് എന്റെ കൂടെ വരൂ. എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്തിനു വേണ്ടി? ഞാൻ നിന്റെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് സന്തോഷം കിട്ടുമോ? ഞാൻ നിങ്ങൾക്ക് എന്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നോ അത് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും മഹാരാജാവേ. പക്ഷെ നിങ്ങൾ അത് ഏൽക്കാൻ വേണ്ടി ഒരു പക്ഷെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എന്നാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവും മഹാരാജാവേ. അതുമാത്രമല്ലാതെ ആ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മുമ്പ് അത് ഉണങ്ങിപ്പോയി സുവയില്ലാണ്ടുണ്ടായി പോവും. ഓ, അതാണോ കാര്യം? ശരി, ഞാൻ നിന്റെ കൂടെ വരാൻ വേണ്ടി തയ്യാറാണ്. ആ പാചകക്കാരൻ രാജാവിനെ തന്നോടൊപ്പം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം വിധവിധമായ പല രീതിയിലുള്ള ആഹാരം ചെയ്തു വെച്ചിരുന്നു. അതിൽ നിന്നും രുചിയുള്ള ആഹാരത്തിന്റെ നല്ല മണം വന്നുകൊണ്ടിരുന്നു. ആ പാചകക്കാരൻ ഓരോന്നായി രാജാവിന് കൊണ്ടുവന്ന് വിളമ്പി. എന്നിട്ട് പറഞ്ഞു, ഇതാ മഹാരാജാവേ, ഇന്ന് നിങ്ങൾ കഴിച്ചോളൂ. ഇതെല്ലാം ഞാൻ എന്റെ കൈകളോട് ഉണ്ടാക്കിയതാണ്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ മനുഷ്യന്റെ ദുഃഖം സന്തോഷിപ്പിക്കാൻ അവന്റെ കണ്ണിലും വായിലാണ് ഉള്ളത്. രാജാവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ എല്ലാം കഴിക്കാൻ തുടങ്ങി. ഇന്നുവരെ രാജാവ് ഇതുപോലെ രുചിയുള്ള ആഹാരം കഴിച്ചിട്ടേയില്ല. രാജാവിന് ആ പാചകക്കാരന്റെ കൈകൊണ്ട് ചെയ്ത ആഹാരമെല്ലാം യഥാർത്ഥത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ രാജാവ് ഈ ആഹാരങ്ങൾ കഴിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചു. ഇന്ന് നീ എന്നെ മുഴുവൻ സന്തോഷമായിട്ടാണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ ഈ കീർപൂരിന്റെ രാജാവായിട്ട് അംഗീകരിക്കുകയാണ്. ഇതെന്റെ സൗഭാഗ്യമാണ് മഹാരാജാവേ. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒരു കാര്യം കേൾക്കൂ. പറയൂ മഹാരാജാവേ. നീ രാജാവായതിനു ശേഷം നിനക്ക് ഇതുപോലെ നല്ല രുചിയുള്ള ഭക്ഷണം തരാൻ പറ്റുമോ? മഹാരാജാവേ, തീർച്ചയായിട്ടും തരാൻ പറ്റും. ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ എവിടെയും രാജാക്കളുടെ വിരുന്നിൽ പോലും ഇതുപോലുള്ള രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടേയില്ല. അതുമാത്രമല്ലാതെ ഞങ്ങളുടെ കൊട്ടാരത്തിലുള്ള പാചകക്കാർ പോലും ഇതുപോലുള്ള രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിന്റെ കൈകളിലുണ്ട്. വരൂ, ഇപ്പൊ നീ എന്റെ കൂടെ വരൂ. ഇപ്പോ രാജാവ് ആ പാചകക്കാരനെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം തന്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജമകുടം നൽകി. പിന്നെ അദ്ദേഹത്തെ രാജസിംഹാസനത്തിൽ ഇരുത്തി രാജാഭിഷേകം ചെയ്തു. ഇന്നു മുതൽ നീയാണ് ഈ കീർപൂരിന്റെ മഹാരാജാവ്. ഇപ്പോൾ ഞാൻ ഈ രാജ്യത്തിന്റെ മുഴുവൻ പൊറുപ്പും നിനക്ക് തരാൻ പോവുകയാണ്. പാചകക്കാരൻ എങ്ങനെയോ കീർപൂരിന്റെ രാജാവായി. പക്ഷെ അദ്ദേഹത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല. അദ്ദേഹം തന്റെ രാജദർബാറിന് തന്റെ സ്വന്തം കൈകൊണ്ട് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരും വളരെ സന്തോഷിതരായിരുന്നു. ഈ വലിയ രാജ്യത്തിന്റെ രാജാവാകണമെന്ന് നിങ്ങൾക്ക് വിധിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 കല്യാണം കഴിച്ചതിനു ശേഷം പോലും മഹാരാജാവിന് ഒരു അവകാശിയെ കിട്ടിയില്ല. തീർച്ചയായും എന്റെ വിധി വളരെ നന്നായിട്ടുണ്ട്. അതിനേക്കാട്ടും നല്ല കാര്യം എന്താ വെച്ചാൽ എന്റെ കയ്യിലുള്ള രുചിയാണ്. അതിന് എല്ലാരും എന്റെ അടിമയാണല്ലോ. അതിനേക്കാളും വലിയ കാര്യം നിങ്ങളുടെ സ്വഭാവമാണ്. ഒരു രാജാവായതിനു ശേഷം പോലും നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുന്നു. നിങ്ങൾ മുൻപേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ. ഇതിന് എല്ലാത്തിനുള്ള കാരണം നിങ്ങളുടെ അനുഗ്രഹമാണ് മഹാറാണി. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അടിമയിൽ നിൽക്കുന്നതാണ്. ഇന്ന് ഞാനും മഹാരാജാവും 50 വർഷം കടന്നിരിക്കുന്നു. ഇന്ന് ആഹാരം എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മഹാറാണി.
നിങ്ങൾ എങ്ങനെ പറയുന്നുണ്ടോ ഞാൻ അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തന്നേക്കാം. ഇന്ന് എന്ത് പാചകം ചെയ്യണമെന്ന് ഞാനൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടുന്നോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. പിന്നെ ഇന്ന് ഈ വിരുന്ന് നിങ്ങളുടെ വകയായി നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന വലിയ വിരുന്നായിരിക്കണം. ശരി മഹാറാണി, ഞാൻ നിങ്ങൾക്കും പിന്നെ മഹാരാജാവിനും വളരെ നല്ല ഒരു സ്വാദിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നേക്കാം. ആ പാചകക്കാരനായ രാജാവ് ഇന്ന് വളരെ സന്തോഷപൂർവ്വം എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി മനഃപൂർവ്വമായി എല്ലാം ചെയ്തു. പിന്നെ രാത്രിയാകുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം ആഹാരം എല്ലാം ചെയ്ത് തയ്യാറാക്കി വെച്ചു. പിന്നെ കൊട്ടാരത്തിലേക്ക് ചെന്ന് വിരുന്നിന് വരാനായി എല്ലാവരെയും ക്ഷണിച്ചു. വിരുന്നിന് എല്ലാ ഏർപ്പാടും തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും വന്ന് വിരുന്ന് നിങ്ങൾ കൊണ്ടാടണം. റാണി പിന്നെ മഹാരാജാവിനോടൊപ്പം ചേർന്ന് മന്ത്രിമാരും പിന്നെ ദർബാറിലുള്ളവരും ആ ആഹാരം കഴിക്കാൻ ആഗ്രഹത്തോടെ ആഹാരം കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ആ പാചക രാജാവ് തന്റെ കൈകൊണ്ട് എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തു. നിങ്ങളുടെ ഈ വിരുന്ന് ഞാൻ ജീവിതകാലം മൊത്തം മറക്കുകയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചിട്ടേ ഇല്ല. ഇത് എന്റെ സൗഭാഗ്യമാണ് മഹാറാണി. നിങ്ങൾ രണ്ടുപേർക്കും ഉപകാരം ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു വായ്പ കിട്ടിയിട്ടുണ്ട്. റാണി പിന്നെ മഹാരാജാവിനോടൊപ്പം ചേർന്ന് ദർബാറിലുണ്ടായിരുന്ന എല്ലാരും വളരെ സന്തോഷത്തോടെ അത് കഴിച്ചു. കീർപൂർ രാജ്യത്തെ എല്ലാം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ശത്രുക്കൾ തന്റെ സൈന്യത്തെ കൊണ്ട് കീർപൂർ രാജ്യത്തെ ആക്രമിക്കാനായി വന്നു. ഇത് കണ്ടിട്ട് എല്ലാവരും ഒരുപാട് പേടിച്ചുപോയി. പക്ഷെ ആ പാചക രാജാവ് ഒരു പേടിയുമില്ലാതെ തനിയൊരാളായി ശത്രുവിനെ നേരിടാൻ ചെന്നു. ഇതെന്താണ് രാജാവേ, നീ ഒറ്റയ്ക്ക് ഒരു ആയുധമില്ലാതെ ആണല്ലോ ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? എന്താ നിന്റെ സേനകളൊക്കെ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചു പോയോ? ഇല്ലല്ലോ, എന്റെ സേനകൾ ഇവിടുന്ന് കണ്ട് പേടിച്ചിട്ട് പോയില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ശണ്ടയിടാനും വന്നതല്ല. എന്നാ പിന്നെ നീ ശണ്ടയിടാതെ തോൽവി സമ്മതിക്കാൻ വേണ്ടി വന്നതാണോ? ഇല്ല, കാര്യം അങ്ങനെയല്ല. ഞാൻ എന്താ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾ വളരെ ദൂരമായിട്ട് നടന്നു തന്നെ വന്നതല്ലേ, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ യുദ്ധത്തിന്റെ കാര്യമൊക്കെ മറന്നിട്ട് നിങ്ങൾക്ക് വിശ്രമം എടുത്തോടെ. പിന്നെ ഞാൻ എന്റെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നേക്കാം. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രാജാവേ? നീ നിന്റെ എതിരികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമോ? അതും നിന്റെ കൈകൾ കൊണ്ട്? ഇതിൽ എന്തെങ്കിലും ചതി കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്റെ കൈകൾ കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരും. പിന്നെ ഞാൻ നിങ്ങളെ എതിരായിട്ട് നോക്കുന്നത് വരെ നിങ്ങൾ എന്റെ എതിരിയല്ലല്ലോ. പിന്നെ ഇതിൽ ഒരു ചതിയും ഇല്ല. എന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ശത്രു രാജാവ് യഥാർത്ഥത്തിൽ വളരെ ദൂരെ നിന്നും വന്നതുകൊണ്ട് വളരെ വിശപ്പോടെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്റെ സൈന്യത്തെ വിളിച്ചുകൊണ്ട് പാചകക്കാരനായ രാജാവിനോടൊപ്പം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അവിടെ പാചകക്കാരനായ രാജാവ് തന്റെ കൈകൊണ്ട് എല്ലാവർക്കും ആഹാരങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ഈ ഭക്ഷണത്തിൽ വിഷമൊന്നും കളർന്നു വെച്ചിട്ടില്ലല്ലോ? പാചക രാജാവ് താൻ ഉണ്ടാക്കിയ ആഹാരങ്ങൾ ആദ്യം അവരുടെ മുൻപിൽ താൻ കഴിച്ചു കാണിച്ചു. അതുകൊണ്ട് ശത്രു രാജാവിനുണ്ടായിരുന്ന സംശയം മാറിക്കിട്ടി. അതിനുശേഷം ശത്രു രാജാവ് വളരെ സന്തോഷത്തോടെ ഒരുപാട് വട്ടം രുചികരമായ ആഹാരങ്ങൾ കേട്ട് വാങ്ങി കഴിച്ചു. നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു മഹാരാജാവേ. പിന്നെ നിങ്ങളുടെ ഈ സേവ കണ്ടിട്ട് ഞങ്ങളുടെ യുദ്ധം തന്നെ ഞങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു സൗഹൃദം ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലെ തന്റെ പാചകം കൊണ്ടും പിന്നെ തന്റെ നല്ല സ്വഭാവം കൊണ്ടും പിന്നെ തന്റെ ബുദ്ധി ഉപയോഗിച്ചും രാജാവ് പാചകക്കാരൻ ഒരുപാട് യുദ്ധങ്ങൾ തടുത്തു നിർത്തി തന്റെ ശത്രുക്കളെയെല്ലാം തന്റെ മിത്രങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ പാചക രാജാവ് എന്ന പേരിൽ പ്രശസ്തി പ്രാപിച്ചു.